ഇന്ന് നമ്മൾ ചക്കക്കുരു എങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് 1 വർഷം വരെയും 2 വർഷം വരെയും ഒക്കെ ചക്കക്കുരു സൂക്ഷിച്ച് വെക്കാം. അതേപോലെ തന്നെ നമുക്ക് 3-4 മാസം സൂക്ഷിക്കാവുന്ന മെത്തേഡും അത് 4 രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നുള്ളത്. ആദ്യം തന്നെ ചക്കക്കുരു നന്നായി കഴുകി നമ്മൾ ഉണക്കിയെടുക്കണം. ഒരിക്കലും വെയിലത്ത് ഉണക്കിയെടുക്കരുത്, ഫാനിൻ്റെ കീഴിൽ വെച്ച് ഉണക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ പ്ലാസ്റ്റിക് പാക്കറ്റ് ഇതുപോലെ കെട്ടി നമുക്ക് ഫ്രിഡ്ജിൽ വെജിറ്റബിൾ ട്രേയിൽ സൂക്ഷിച്ച് വെക്കാം. ഒരു 4 മാസം വരെയൊക്കെ ഇത് കേടാകാതിരിക്കും കേട്ടോ. അടുത്തത് നമുക്കിതുപോലെയുള്ള ബോക്സുകളിലാക്കി സൂക്ഷിക്കാം. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. 6 ഒരു പാക്കറ്റാണ്. ഇതിന് ഞാൻ 350 രൂപയാണ് കൊടുത്തത്. നല്ല തരം പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനും എല്ലാം അതിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോക്സ് തന്നെയാണ്. അപ്പോൾ ഈ ബോക്സിലേക്ക് ഞാനിതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് ചക്കക്കുരു വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ വീണ്ടും ടിഷ്യൂ വെക്കാം. അങ്ങനെ നമുക്ക് എത്രയാണോ വെക്കുന്നത് അത്രയും വെക്കാം കേട്ടോ. 2-3 ലെയറായി വെക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നില്ല. 1 മാസം വരെ നമുക്കിതുപോലെ പുറത്ത് സൂക്ഷിക്കാം. ഇല്ലാതെ നമ്മൾ വെറുതെ വെച്ചാൽ പെട്ടെന്ന് തന്നെ കേടാവും കേട്ടോ. കുറച്ച് ദിവസം വെക്കുമ്പോൾ തന്നെ അത് കേടായി പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ചാൽ നമുക്ക് ഈ സമയത്തൊക്കെ കറി വെക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. എപ്പോഴും കഴുകി ഡ്രൈ ആയതിന് ശേഷം വേണം ഇതുപോലെ സൂക്ഷിച്ച് വെക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് 2-3 പാത്രത്തിലാക്കി വെച്ചാൽ നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കാനുള്ള ചക്കക്കുരു ഇതുപോലെ വെക്കാം. അടുത്തതായി നമ്മൾക്ക് ഒരു 6 മാസം വരെ എങ്ങനെ ചക്കക്കുരു സൂക്ഷിക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് പൂഴിയാണ്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ അടിയിൽ പൂഴി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ചക്കക്കുരു ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ചക്കക്കുരുവിൻ്റെ ഇടയിൽ പൂഴിയിട്ട് നമുക്ക് മുഴുവനായും തന്നെ ഇതിൽ നിറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ടൈറ്റായി മൂടി വെക്കാം. അപ്പോൾ ഇതുപോലെ മോശമായതുണ്ടാകും കളയാം കേട്ടോ. നമുക്ക് നല്ലത് തന്നെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതിൽ വെക്കുമ്പോൾ നമുക്ക് മുഴുവനായി നിറച്ച് കൊടുക്കണം കേട്ടോ. പകുതിയാക്കി വെക്കരുത്. ഇത് ഏറ്റവും മേലെ വരെ പൂഴിയും ഉണ്ടാവണം. അതുപോലെ വേണം നമ്മൾ നിറച്ച് കൊടുക്കാൻ. ഇങ്ങനെയായാൽ നമുക്കിതൊരു 6-7 മാസം ഇതേപോലെ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ തൊലിയൊക്കെ കറുത്തിട്ടുണ്ടാവും, എന്നാൽ ചക്കക്കുരു ചീത്തയായിട്ടുണ്ടാവില്ല. പുറം തൊലി കുറച്ച് കറുപ്പുകളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് ഇത് ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും നനവ് തട്ടാത്ത സ്ഥലത്ത് ഇതേപോലെ നല്ല ടൈറ്റാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അടുത്ത മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് പ്ലാസ്റ്റിക് കവറുകളാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ കവറിലേക്ക് ഇട്ട് നമ്മൾ കെട്ടിക്കൊടുക്കണം. ഇത് നമുക്ക് ഈ സൂക്ഷിക്കുന്നതും ഇത് ഏകദേശം ഒരു 5-6 മാസം വരെയൊക്കെ നിൽക്കും കേട്ടോ. അതും ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് തൊലിയൊക്കെ കറുത്തിട്ടുണ്ടാവുന്നുണ്ട് ചില സമയത്ത്. എന്നാലും ചക്കക്കുരു കേടാവുന്നില്ല കേട്ടോ. ഞാനെപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് കെട്ടിക്കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടത് നല്ല ടൈറ്റായിട്ട് വേണം കെട്ടിക്കൊടുക്കാൻ. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കേണ്ട ചക്കക്കുരു മാത്രമേ ഇതിലിടാൻ പാടുള്ളൂ. ഒരു പ്രാവശ്യം എടുത്തതിന് ശേഷം വീണ്ടും ബാക്കി നമ്മൾ കെട്ടിവെക്കാനാകരുത്. അതുകൊണ്ട് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത്രയും ചക്കക്കുരു ഇട്ട് ഓരോ കവറുകളിലാക്കിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് വേണം കെട്ടാൻ കേട്ടോ. അതിൻ്റെ അകത്ത് ഒരിക്കലും കാറ്റ് കിടക്കരുത്. കാറ്റൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമ്മളിതുപോലെ കെട്ടിക്കൊടുക്കാൻ. അത് കഴിഞ്ഞ് ഇത് നമ്മൾ സൂക്ഷിക്കുന്നത് ഒരു മൺകലത്തിലാണ്. അപ്പോൾ അതിലേക്ക് വെക്കുന്ന രീതി കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഓരോ പാക്കറ്റ് നിങ്ങൾ കണ്ടോ, നല്ല കാറ്റ് കിടക്കാത്ത രീതി അത്രയ്ക്ക് ടൈറ്റായിട്ടാണ് ഞാൻ കെട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു മൺകലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. വായ അധികം വട്ടമില്ലാത്ത ആ ഒരു രീതിയിലുള്ള മൺകലം തന്നെ എടുക്കാൻ നോക്കണം. ഇനി ഇതിലേക്ക് നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ അകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാൻ. ഓരോന്നും ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് മുഴുവനായും തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു കോട്ടൺ തുണി ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല ടൈറ്റായിട്ട് നമ്മളിതിലേക്ക് ഇതുപോലെ തിരികെ കൊടുക്കണം. ചുറ്റും ഒട്ടും അകത്തേക്ക് ഈർപ്പൊന്നും കടക്കാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മളിതുപോലെ വെച്ച് കൊടുക്കാൻ. ഇനി നമുക്കിത് സ്റ്റോർ റൂമിൽ എവിടെയെങ്കിലും വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതും പുറത്ത് തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഈ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫ്രിഡ്ജിൽ അത്രയുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് ഒരു 2 വർഷം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ചിതൽ പുറ്റാണ്. ഇത് ഞാനിപ്പോൾ എസ്റ്റേറ്റിൽ നിന്നാണ് എടുത്തുകൊണ്ടിരുന്നത്. ഈ ചിതൽ പുറ്റിൽ ഒറ്റ ചെടി പോലും മുളച്ചിട്ടുണ്ടാവില്ല, ഇതുപോലെ ഉണ്ടാവും. ഇത് എല്ലാവരുടെ പറമ്പിലും ഉണ്ടാവും കേട്ടോ ഇതുപോലെയുള്ള ചിതൽ പുറ്റ്. ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് പണ്ട് മുത്തശ്ശിയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. ഞാനത് കണ്ടതാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഏകദേശം 2 വർഷം വരെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഇനി നമുക്ക് എവിടെയെങ്കിലും ചക്ക ഇല്ലാത്ത സ്ഥലത്ത് കുറേ നാളത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെ എടുക്കാം. അപ്പോൾ ഞാനിതാ ആ മണ്ണ് മുഴുവനും ഒരു പാക്കറ്റിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കുട്ടയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിനൊന്നും കല്ലോ കട്ടയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല മണ്ണായിരിക്കും. ചിതളും ഇതില്ലേ ഉറുമ്പൊക്കെ അരിച്ച് ഉണ്ടാക്കുന്ന ആ മണ്ണാണ്. ഇതിൽ കല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി തന്നെ കുഴച്ച് കൊടുക്കാം. കല്ലൊന്നും ഇല്ലാത്ത മണ്ണായതുകൊണ്ട് നമുക്ക് ഇതുപോലെ കുഴക്കാനും ബുദ്ധിമുട്ടില്ല. ഇത് പണ്ടൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് പാക്കറ്റിലൊക്കെ എടുത്ത് വെക്കുന്നത്. പണ്ട് ഇതുപോലെയായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ സൂക്ഷിച്ചിരുന്നത്. നാട്ടുമ്പുറത്തൊക്കെയുള്ള വീടുകളിൽ ഇതുപോലെയാണ് സൂക്ഷിച്ചിട്ടുണ്ടാവൽ. അത് തീരെ കേടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ചക്കക്കുരു കൂടിയിട്ട് നന്നായി ഇത് മിക്സ് ചെയ്യണം. ഈ മണ്ണിൽ നന്നായി കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിത് നമ്മുടെ കിച്ചണിൻ്റെ ബാക്ക് സൈഡിലോ എവിടെയെങ്കിലും ഈ മണ്ണ് കുഴച്ച് വെക്കാൻ പാകത്തിൽ ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കണം. ഇതിലിപ്പോൾ മഴ കൊണ്ടാലോ നനഞ്ഞാലോ ഒന്നും ആവില്ല കേട്ടോ. ഇതാ ചിതൽ പുറ്റു പോലെ ഇതും അതുപോലെ ഡ്രൈ ആയി നിൽക്കും. അപ്പം നമുക്ക് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ കുഴച്ചത് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് ഞാനൊരു ചെയ്യുന്ന ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കണം. നമുക്ക് ഓരോ പ്രാവശ്യം ചക്കക്കുരു കിട്ടുമ്പോൾ ഇതിൽ നിന്ന് ഈ കുറച്ച് മണ്ണെടുക്കുക, അതിൽ മിക്സ് ചെയ്യുക, അതിൻ്റെ മേലെ വെക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ പുറമേ നിന്നുള്ള കുട്ടികളൊക്കെ വരുമ്പം അവർക്കൊക്കെ ചക്കക്കുരു വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് മാത്രമല്ല, എൻ്റെ കുട്ടികൾക്ക് മാത്രമല്ല, കസിൻസിനും എല്ലാവരും വരുമ്പോൾ അവർക്ക് കൊണ്ടുപോകാനും ഒക്കെ വേണം. അപ്പോൾ ഇനി നമുക്ക് ചക്കക്കുരു കിട്ടുമ്പോൾ ഇതേപോലെ ഇതിൽ നിന്നും മണ്ണെടുത്ത് കുഴച്ച് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അങ്ങനെ എത്ര ഹൈറ്റിൽ വേണം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് 4 തരത്തിലാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.